നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡിസ്കൈനേസിയ എന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. പാർക്കിൻസൺസ് രോഗത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡിസ്കൈനേസിയ. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നുവല്ലോ. നടക്കുമ്പോൾ വേഗത കുറയുക, വേച്ചു പോവുക, ശരീരം സ്റ്റിഫാവുക, ശരീരത്തിൻ്റെ ഒരു വശത്ത് തുടങ്ങി കാലക്രമേണ രണ്ട് വശത്തെയും ബാധിക്കുന്ന വിശ്രമത്തിൻ്റെ സമയത്തുള്ള വിറയൽ, ഈ രോഗലക്ഷണങ്ങൾ പ്രായം കൊണ്ടുണ്ടാവുന്ന രോഗികളിലാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള രോഗികളിൽ കാലക്രമേണ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡിസ്കൈനേസിയ. ഡിസ്കൈനേസിയ എന്ന് പറഞ്ഞാൽ അബ്നോർമലായിട്ടുള്ള മൂവ്മെൻറ്റ്. സാധാരണഗതിയിൽ വേഗത കുറവ്, സ്റ്റിഫ്നെസ്, അനങ്ങാതിരിക്കുക എന്നതാണ് പാർക്കിൻസൺസിൻ്റെ പ്രശ്നം. രോഗം മുമ്പോട്ടേക്ക് പോകുമ്പോൾ കുറേ നാൾ മരുന്നെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ രോഗികളിൽ ആവശ്യമില്ലാത്ത അനക്കം ഉണ്ടാകും. ചിലർ തല ഇങ്ങനെ വെട്ടിക്കും, കൈകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റുകയില്ല. അസ്വസ്ഥതരായി ഇങ്ങനെ എപ്പോഴും അനങ്ങിക്കൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ കാല് ഇങ്ങനെ അനക്കുക, ചിലപ്പോഴൊക്കെ ശരീരത്തിന് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്നത് പോലെയുള്ള മൂവ്മെൻറ്റ്സ് വരെ ഉണ്ടാകാം. പല രീതിയിലുണ്ടാകുന്ന രോഗി ഇച്ഛിക്കാത്ത, ആവശ്യമില്ലാത്ത ഈ അനക്കങ്ങളെയാണ് ഡിസ്കൈനേസിയ എന്ന് വിളിക്കുന്നത്. രോഗികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുകൾ കൂടിയാൽ ചിലപ്പോഴൊക്കെ വീഴ്ചകളിലേക്കൊക്കെ വഴിവെക്കാവുന്ന ഒരു പ്രശ്നമാണ് ഡിസ്കൈനേസിയ. ഡിസ്കൈനേസിയ എത്ര തരമുണ്ട്? ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്കൈനേസിയ പീക്ക് ഡോസ് ഡിസ്കൈനേസിയാണ്. എന്ന് വെച്ചാൽ ഈ ലീവോഡോപ്പ എന്ന് പറയുന്ന മരുന്ന് എടുക്കുന്ന രോഗികൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് പീക്ക് ആവുമ്പോൾ, സാധാരണ ഗുളികയെടുത്ത് ഒരു മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും പീക്ക് ഡോസ് എത്തുക. ആ പീക്ക് ഡോസ് ആവുന്ന സമയത്താണ് അനാവശ്യമായ ഈ അനക്കങ്ങൾ ഉണ്ടാവുക. മരുന്നിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ഡിസ്കൈനേസിയയുടെ കാഠിന്യവും കുറയും. രണ്ടാമത്തെ വിഭാഗത്തിനാണ് ഡൈഫേസിക് ഡിസ്കൈനേസിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മരുന്ന് നമ്മൾ എടുത്ത് മരുന്നിൻ്റെ ശരീരത്തിലെ എഫക്റ്റ് അളവ് കൂടുന്ന ആ സമയത്ത് അപ്പ് ഗോയിങ് ഫേസിലും, പിന്നെ പീക്ക് ഡോസ് എത്തിക്കഴിഞ്ഞ് താഴോട്ട് മരുന്നിൻ്റെ എഫക്റ്റ് കുറയുന്ന സമയത്തും രോഗികൾക്ക് അനാവശ്യമായ അനക്കം അനുഭവപ്പെടുന്നതിന് ഡൈഫേസിക് ഡിസ്കൈനേസിയ എന്ന് പറയും. ഈ ഡൈഫേസിക് ഡിസ്കൈനേസിയ കാലുകളിലായിരിക്കും കൂടുതൽ അനക്കം ഉണ്ടാക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഓഫ് പീരിയഡ് ഡിസ്കൈനേസിയും ഉണ്ടാവും. എന്ന് വെച്ചാൽ മരുന്നിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായി കഴിയുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ അനാവശ്യമായ അനക്കം ഉണ്ടാവുക. അത് പലപ്പോഴും രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കുന്ന സമയത്തായിരിക്കും. വേദനയുള്ള രീതിയിൽ കാലൊക്കെ കോച്ചുക, ഡിസ്റ്റോണിയ പോലെ കാല് കോച്ചി പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഡിസ്കൈനേസിയ ഉണ്ടാകുന്നത്? നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിൽ ഡോപ്പമിനാണ് കൊടുക്കുന്നത്. ഈ ഡോപ്പമിൻ നമ്മൾ ടാബ്ലറ്റുകളായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ കൊടുക്കുന്നു. കാലക്രമേണ 4 മണിക്കൂർ ഇടവിട്ട്, 3 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ശരീരത്തിൽ അങ്ങനെയല്ല ബ്രെയിൻ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്രെയിനിലുള്ള ഡോപ്പമിൻ സെക്രീഷൻ പൾസറ്റൈലാണ്. എന്ന് വെച്ചാൽ നാഡിമിടിപ്പ് പോലെ ചെറിയ അളവിൽ തുടർച്ചയായി ഇത്തിരിയായി ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുകയാണ്. 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിന് ശേഷമൊക്കെ നമ്മൾ ടാബ്ലറ്റായി കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഈ പൾസറ്റൈൽ സെക്രീഷനുമായി മാച്ച് ആവുകയില്ല. കാലക്രമേണ ഇങ്ങനെ പീരിയോഡിക്കായി വരുന്ന ഡോപ്പമിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ടുണ്ടാവുന്ന സെൻസിറ്റിവിറ്റി ആണ് ഈ പറയുന്ന ഡിസ്കൈനേസിയയുടെ കാരണം. കൂടുതലായി ഡിസ്കൈനേസിയ കാണപ്പെടുന്നത് ആരിലാണ്? യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വെച്ചാൽ സാധാരണ 60കളിൽ തുടങ്ങുന്ന പാർക്കിൻസൺസ് രോഗം ചെറിയ പ്രായത്തിൽ 45 വയസ്സിന് താഴെയൊക്കെ ഒരു വിഭാഗം രോഗികളിൽ ഉണ്ടാവും. ഇവരിൽ പാർക്കിൻസൺസ് ഉണ്ടാകുന്ന കാരണം പലപ്പോഴും ജനറ്റിക്കാണ്. യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് രോഗികളിൽ വളരെ നേരത്തെ ഡിസ്കൈനേസിയ കാണപ്പെടാറുണ്ട്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ് എന്ന് വെച്ചാൽ 10-15 വർഷമായി പാർക്കിൻസൺസ് രോഗവുമായി ജീവിക്കുന്ന ആളുകളിൽ ഈ
കാലങ്ങളോളമുള്ള നമ്മൾ കൊടുക്കുന്ന മരുന്നുകളോടുള്ള ആ സ്റ്റിമുലേഷൻ കൊണ്ട് ഡിസ്കൈനേസിയ ഉണ്ടായി തുടങ്ങും. ഹയർ ഡോസ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഡോസ് വളരെ കൂടുതലാണെങ്കിൽ, തുടക്കകാലത്തിൽ പാർക്കിൻസൺസ് രോഗികൾ സിൻഡോപ്പ പ്ലസ് എന്നൊക്കെ പറയുന്ന മരുന്ന് 1 ഗുളികയോ 2 ഗുളികയോ ഒക്കെ ആയിരിക്കും ഒരു ദിവസത്തിൽ അത് അരയായിട്ടൊക്കെ എടുക്കുക. കാലം മുമ്പോട്ട് പോകുന്തോറും വേഗത കിട്ടുന്നതിന്, വിറയൽ കുറയ്ക്കുന്നതിന് നമുക്ക് മരുന്നിൻ്റെ ഡോസ് കൂട്ടിയെടുക്കേണ്ടി വരും, അടുപ്പിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ക്യുമുലേറ്റീവ് ഡോസ്, ഒരു ദിവസം എടുക്കുന്ന ഡോസ് വളരെ കൂടുതലാവുമ്പോൾ ഡിസ്കൈനേസിയാസിൻ്റെ റിസ്ക്കും കൂടും. പിന്നെ ഫീമെയിൽസിലാണ് മെയിൽസിനേക്കാളും ഈ പറയുന്ന ഡിസ്കൈനേസിയ കൂടുതലായും കാണപ്പെടാറുള്ളത്. അതിൻ്റെ കാരണം എന്ത് എന്നത് വ്യക്തമല്ല. ഡിസ്കൈനേസിയ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? എപ്പോഴും ചികിത്സിക്കേണ്ടതുണ്ടോ? തുടക്കകാലങ്ങളിൽ ഈ ഡിസ്കൈനേസിയ വലിയൊരു കുഴപ്പം പിടിച്ച കാര്യമല്ല. ഒരു പാർക്കിൻസൺസ് രോഗി എപ്പോഴും അസ്വസ്ഥനാകുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥതയാകുന്നത് ബോഡിയുടെ സ്റ്റിഫ്നെസ് കൊണ്ടാണ്. ഇരിക്കുന്ന കസേരയിൽ അനങ്ങാൻ പറ്റാതിരിക്കുക, സ്റ്റക്കാവുക, നടക്കുമ്പോൾ സ്റ്റക്കാവുക. ഈ സ്പീഡ് ഇല്ലായ്മ, അനക്കമില്ലായ്മയാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഒരിത്തിരി അനക്കം അനാവശ്യമായ രീതിയിൽ കൈക്കോ കാലിനോ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ബന്ധുക്കൾക്കാണ്. അതെന്താ ഇങ്ങനെ അനങ്ങുന്നത്? പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പാർക്കിൻസൺസ് ഉള്ള രോഗിക്ക് തന്നെ അപകർഷതാബോധം ഉണ്ടാക്കുന്നതിലേക്ക് ബന്ധുക്കളുടെ പെരുമാറ്റം വഴിവെക്കും. അതുകൊണ്ട് തന്നെ വീഴ്ചകളിലേക്ക് വഴിവെക്കുന്നില്ല, വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഡിസ്കൈനേസിയാസ് നമ്മൾ വകവെക്കാതിരിക്കണം. പാർക്കിൻസൺസ് ഉള്ള രോഗികളുടെ ബന്ധുക്കൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന രീതിയിൽ, അവരെ കോൺഷ്യസ് ആക്കുന്ന രീതിയിൽ ഈ ഡിസ്കൈനേസിയ ചൂണ്ടിക്കാണിക്കപ്പെടാതിരിക്കുക. നടക്കുമ്പോൾ പെട്ടെന്ന് വീഴ്ചകളിലേക്ക് വഴിവെക്കുക, അതല്ല എങ്കിൽ കാലൊക്കെ കോച്ചുന്നത് കൊണ്ട് വേദന ഉണ്ടാകുക, പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശരീരത്തിന് അനക്കമുണ്ടാവുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും ഡിസ്കൈനേസിയ ചികിത്സിക്കപ്പെടണം. എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി നമ്മൾ എടുക്കുന്ന ഈ ലീവോഡോപ്പ കണ്ടെയ്നിങ് ടാബ്ലറ്റിൻ്റെ ഡോസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഗുളിക എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും എടുക്കുന്ന ഒരു 6 ഗുളിക എടുക്കുന്ന ഒരു രോഗിയുണ്ടെന്ന് വെക്കുക. അവർക്ക് ഇത് അരയാക്കി കുറച്ച് വേണമെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ എടുക്കാം. പക്ഷെ ഒരു തവണ എടുക്കുമ്പോൾ ഉള്ള ഡോസ് കുറച്ചാൽ പല ആൾക്കാരിലും ഡിസ്കൈനേസിയ കുറയാറുണ്ട്. 2, ഈ ലീവോഡോപ്പ, സിൻഡോപ്പ പ്ലസ്, സ്റ്റിഡോമെറ്റ് പ്ലസ് എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകൾ എടുക്കുന്ന ആളുകൾ ആ മരുന്നിൻ്റെ അളവ് കുറച്ചിട്ട് ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ എടുത്താൽ, റോപ്പിനിറോൾ, പ്രാമിപെക്സോൾ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ സ്പീഡ് നമുക്ക് കിട്ടും. എന്നാൽ ലീവോഡോപ്പയുടെ എഫക്റ്റ് കുറയ്ക്കുന്നത് കൊണ്ട് ഡിസ്കൈനേസിയ കുറയ്ക്കാനും പറ്റും. മൂന്നാമത്തെ ഒരു വഴി കൺട്രോൾഡ് റിലീസ് ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ സിൻഡോപ്പ പ്ലസ് എന്നൊക്കെ പറയുന്നതല്ലാതെ സിൻഡോപ്പ CR എന്ന് പറഞ്ഞ് കൂടുതൽ നേരം ഫലം കിട്ടുന്ന കുറച്ചായിട്ട് മരുന്നിൻ്റെ അളവ് ശരീരത്തിലേക്ക് വരുന്ന തരം മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള കൺട്രോൾഡ് റിലീസ് പ്രിപ്പറേഷൻസിലേക്ക് സ്വിച്ച് ചെയ്താൽ നമുക്ക് ഡിസ്കൈനേസിയ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പലപ്പോഴും ഡിസ്കൈനേസിയ കൂടുതലാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ടെൻഷൻ വന്നാൽ, കാപ്പി ചായ കൂടുതൽ കുടിച്ചാൽ, ഉറക്കമിളച്ചാൽ. അപ്പോൾ മനസ്സ് കാമാക്കുക, ടെൻഷൻ കുറയ്ക്കുക, ആവശ്യമുണ്ടെങ്കിൽ ടെൻഷൻ കൈകാര്യം ചെയ്യാനുള്ള മരുന്നുകൾ തുടങ്ങുക. ഇതെല്ലാം ഡിസ്കൈനേസിയ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊക്കെ അല്ലാതെ ഡിസ്കൈനേസിയ കുറയ്ക്കാൻ ഒരു മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അമാൻറ്റഡിൻ എന്ന് പറയുന്ന മരുന്നാണ്. അത് ചെറിയ ഡോസിൽ നിങ്ങളുടെ ന്യൂറോളജിസ്റ്റിനെ കണ്ട് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡിസ്കൈനേസിയകൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ പാർക്കിൻസൺസ് രോഗം മരുന്നിൽ കൺട്രോളായി നിൽക്കാത്തപ്പോൾ, ഡിസ്കൈനേസിയ വഷളാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ നല്ല ഒരു ചികിത്സാ രീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. സർജിക്കൽ പ്രൊസീജിയറാണ്. തലച്ചോറിലെ ഗ്ലോബസ് പാലിഡസ്, സബ്തലാമിക് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ ചില ഇലക്ട്രോഡുകൾ വെച്ച് ആ ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ പാർക്കിൻസൺസ് രോഗിക്ക് നല്ല ആശ്വാസം ലഭിക്കാനും ഡിസ്കൈനേസിയ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും.